നമഃ ശിവായ. ഓം നമഃ ശിവായ. എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മഹാദേവ ഭക്തരെല്ലാരും ശിവപുരാണത്തിന്റെ ആദ്യത്തെ പേജ് കണ്ടിരുന്നു എന്ന് കരുതട്ടെ. ഇന്ന് നാം ശിവപുരാണത്തിന്റെ 2-ാം പേജ് വായിക്കാൻ തുടങ്ങുന്നു. ഇതിൽ സൃഷ്ടിയുടെ തുടക്കം, ബ്രഹ്മാവിന്റെ രംഗപ്രവേശം, മഹാദേവന്റെ സൃഷ്ടിസംബന്ധമായ തത്വചിന്തകൾ എന്നിവ വിശദീകരിക്കുന്നു. പരമശിവൻ സൃഷ്ടി, സംരക്ഷണം, സംഹാരം എന്നീ 3 ശക്തികളുടെ ആധാരമായ നിത്യശക്തിയാണ്. അദ്ദേഹം രൂപരഹിതനായ പരബ്രഹ്മമായും ഭക്തർക്കായി സാക്ഷാത്കാരരൂപം സ്വീകരിക്കുന്ന ദൈവമായും കാണപ്പെടുന്നു. സകല സൃഷ്ടിയിലും അവന്റെ സാന്നിധ്യമുണ്ട്. ശിവപുരാണം വ്യക്തമാക്കുന്നതുപോലെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് പ്രവർത്തനരംഗത്ത് എത്തുന്നു. മഹാദേവന്റെ സദ്യോജാത ഭാവത്തിൽ നിന്നും ബ്രഹ്മാവിന് സൃഷ്ടി സജീവമാകാനുള്ള ശക്തി ലഭിക്കുന്നു. ഇതിനെപ്പറ്റി വളരെ രസകരമായ മറ്റൊരു വീഡിയോ പഞ്ചമുഖ മഹാദേവ പരമ്പരയിൽ ചെയ്യുന്നതാണ്. മഹാദേവന്റെ ലീലകളുടെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിയിലെ ക്രമവും ധർമ്മവും നിലനിൽക്കുന്നത്. പുരാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തിന്റെ രൂപീകരണത്തിലും ജീവിതത്തിന്റെ മുന്നേറ്റത്തിലും ശക്തി, ജ്ഞാനം, ക്രിയ, ഭക്തി എന്നീ മൂലതത്വങ്ങൾ പരസ്പരം പൂരകങ്ങളായാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ്. ഭക്തിയില്ലാത്ത ജ്ഞാനം ഹൃദയരഹിതമായ വരണ്ട ബുദ്ധിയാകാം. അതുപോലെ ജ്ഞാനമില്ലാത്ത ഭക്തി അന്ധവിശ്വാസത്തിലേക്ക് വഴിമാറാം. അതുകൊണ്ട് ഭക്തിയും ജ്ഞാനവും ഒരുമിച്ചാലേ ആത്മീയത പൂർണ്ണമാകൂ. ശക്തി പ്രവർത്തനത്തിന് പ്രചോദനമാകുന്നു, ജ്ഞാനം ദിശ കാണിക്കുന്നു, ക്രിയ അത് സാക്ഷാത്കരിക്കുന്നു, ഭക്തി അതിന് ആത്മീയ ഗാംഭീര്യം നൽകുന്നു. ഈ 4ന്റെയും ഏകീകരണത്തിലൂടെയാണ് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥവും സമത്വവും സന്തോഷവും തെളിയുന്നത്. ശിവപുരാണം നമ്മോട് പറയുന്നത് ശിവനെ ദൂരെയുള്ള ദൈവമായി കാണേണ്ടതില്ല. അവൻ ഓരോ ജീവിയുടെയും ഉള്ളിൽ സാക്ഷിയായാണ് വസിക്കുന്നത്. അവനെ മനസ്സിലാക്കുന്നതിലൂടെ സൃഷ്ടിയും ലയവും മനുഷ്യന്റെ ആത്മാവിൽ തന്നെ അനുഭവപ്പെടുന്നു. ഇങ്ങനെ ശിവപുരാണം നമ്മെ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അന്തർശുദ്ധി, വൈരാഗ്യം, ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് സൃഷ്ടിയുടെ തുടക്കം, ബ്രഹ്മാവിന്റെ പ്രവർത്തനം, ശിവതത്വത്തിലെ ഏകീകൃത ശക്തി. നാളെ ശിവപുരാണം ഡേ 3. ഭക്തി, സൃഷ്ടി, വിഷ്ണു, ശിവന്റെ സംരക്ഷണങ്ങൾ എന്നിവയുടെ വിശദീകരണം തുടരും. ഹര ഹര മഹാദേവ.